കർത്താവിന് സ്തുതി. വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുവാൻ കഴിവുള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനം പറയുന്ന എന്നെയും വചനം കേൾക്കുന്ന സകല മനുഷ്യരെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഈ തിരുവചന ശ്രവണത്തിലൂടെ കർത്താവായ ഈശോയെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മളിന്ന് ധ്യാനിക്കുവാനായിട്ട് എടുക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തന പുസ്തകം 31 അധ്യായം 3 തിരുവെഴുത്താണ്. കർത്താവ് എനിക്ക് പാറയും കോട്ടയുമാണ്. കർത്താവ് ദാവീദിന് പാറയാണ്, കോട്ടയാണ് എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കർത്താവിൻ്റെ കോട്ടയാണ്, കർത്താവിൻ്റെ പാറയാണ്. ഇത് പറയുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിഞ്ഞ് ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇതെല്ലാം കൺമുൻപിൽ കണ്ടുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കർത്താവിൻ്റെ പാറയും എൻ്റെ കോട്ടയുമാണ്. പാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഉറപ്പുള്ളതാണ്. കോട്ടയാണെങ്കിലോ അകത്തേക്ക് ശത്രുക്കൾ വരികയില്ലാത്ത രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കോട്ടയാണ്, കർത്താവിൻ്റെ ശക്തിയാണ് എന്നൊക്കെ ഇവിടെ ദാവീദ് പറഞ്ഞു വെക്കുന്നത്. കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്നവനും കർത്താവിനെ തിരിച്ചറിയുന്നവനും ഭാഗ്യവാനാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. തിബേരിയോസ് കടൽ തീരത്ത് നിൽക്കുന്ന പത്രോസും കൂട്ടരും മീൻ പിടിച്ച് ആ അവസ്ഥയിൽ അവർക്കൊന്നും കിട്ടാതെ ആയപ്പോൾ അവർ തളർന്ന ഒരു നിമിഷം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ അവർക്ക് ഉണ്ടാകുന്നത്. കൂട്ടത്തിലുള്ള ശിമയോൻ പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടതേ നമ്മൾ കാണുന്നു, പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അല്പദൂരം കഴിഞ്ഞു അവർ കരക്കെത്തിക്കഴിഞ്ഞപ്പോഴോ യേശു അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. കടൽക്കരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ പത്രോസിന് സംശയമില്ല. അത് ആരാണ് എന്ന് ചോദിക്കാൻ പത്രോസ് തുനിഞ്ഞില്ല. കാരണം പത്രോസ് ലീഹായിക്ക് അറിയാമായിരുന്നു അത് കർത്താവാണ് എന്നുള്ള കാര്യം. പ്രിയ സഹോദരങ്ങളെ, കർത്താവാണ് എന്നുള്ള തിരിച്ചറിവ് ഈ സ്ലീഹയ്ക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുകയാണ്, പത്രോസ് സ്വർഗത്തിൻ്റെ മുഴുവനും അധിപനായി തീർന്നു. മീൻ പിടിച്ച് നടന്ന പത്രോസ് സ്വർഗത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായി ഉയർത്തപ്പെടുകയാണ് ചെയ്യുക. കർത്താവിനെ ദൈവമായി കണ്ട് തിരിച്ചറിവ് ലഭിക്കുന്നവൻ അവൻ തിരിച്ചു നടക്കും. ഈ തിരിച്ചു നടപ്പിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും വാത്സല്യവും കരുണയുമൊക്കെ അവർ അനുഭവിക്കും. എനിക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം, അദ്ദേഹം ഒരു ഡോക്ടറാണ്, വൈഫും ഡോക്ടറാണ്. ഒരുപാട് നാളുകൾ പ്രാർത്ഥനയിലും അഭിഷേകത്തിലുമൊക്കെ കഴിഞ്ഞു വന്ന ഒരു കുടുംബം, പെട്ടെന്ന് ഒരു മരണം അവരുടെ കുടുംബത്തിൽ സംഭവിക്കുകയാണ്. അതേ തുടർന്ന് ഇദ്ദേഹം ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് പള്ളി, വിശുദ്ധ കുർബാന, പ്രാർത്ഥന ഇതിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി. അങ്ങനെ ഒരു 8 വർഷത്തോളം അദ്ദേഹം ജീവിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ കർത്താവിൻ്റെ സന്നിധിയിൽ ഭർത്താവിനെ സമർപ്പിച്ച് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരും ആ ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന വണ്ണം ഈ ഡോക്ടറിന് ഒരു വലിയ രോഗം പിടിപെടുകയാണ്. അങ്ങനെ ആശുപത്രിയിലായി. രക്ഷപ്പെടാൻ യാതൊരു വകുപ്പുമില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു. പക്ഷെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ രക്ഷപ്പെടും, ദൈവം രക്ഷപ്പെടുത്തും. ഈ രോഗം വന്നെങ്കിലേ ചേട്ടൻ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ നമുക്കായി വരുത്തിയത്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി പറഞ്ഞ വിശ്വാസത്തിൻ്റെ വെളിച്ചം വളരെ വലിയ പ്രകാശം തന്നെയായിരുന്നു. അത്ഭുതകരമായി ദൈവത്തിൻ്റെ കരസ്പർശം ആ ഡോക്ടറിൻ്റെ മേൽ ഉണ്ടായി. കഴിച്ച മരുന്നുകളെല്ലാം ശരീരം സ്വീകരിച്ചു. അങ്ങനെ നാളുകൾക്ക് ശേഷം അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കാനായി തുടങ്ങി. അതേ തുടർന്ന് അദ്ദേഹം കുടുംബവും വീണ്ടും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ശക്തിയുടെ വഴികളിലൂടെ നടക്കുവാൻ,
ദൈവം എനിക്ക് കനിഞ്ഞ് അനുവദിച്ചു തന്നതായിരുന്നു ഈ രോഗമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ, അല്ലെങ്കിൽ നമ്മളെ നടത്തുവാൻ, അല്ലെങ്കിൽ തിരിച്ചറിവുകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ദൈവം നമുക്ക് തരും. തിരിച്ചറിവുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോഴാണ് ദൈവം നമുക്ക് തരുന്ന എളിയ വഴികളിലൂടെ, വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കുക. തിരുവചനത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു ചെല്ലുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവെഴുത്ത്. അവിടെ നമ്മൾ കാണുകയാണ്, അബ്രാഹം മാമ്രയുടെ ഓക്കുമരത്തിന് സമീപത്തെ ഇരിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ദൈവം അബ്രാഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അബ്രാഹം തലമുയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്ന 3 ദൈവദൂതന്മാരെ കാണുകയാണ്. ഈ ദൈവദൂതന്മാരെ കണ്ട അബ്രാഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അബ്രാഹം തിരിച്ചറിയുകയാണ്, ആ നിൽക്കുന്ന 3 പേരും ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. കണ്ണുകളിൽ സാധാരണക്കാരെ പോലെ അനുഭവപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ വലിയ തിരിച്ചറിവുണ്ടായി. അബ്രാഹം തിരിച്ചറിഞ്ഞു, അത് ദൈവത്തിൻ്റെ ദൂതന്മാർ തന്നെ. നിസ്സംശയം അബ്രാഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെഴുതി. ഈ ഒരു തിരിച്ചറിവ് അബ്രാഹത്തിന് ലഭിക്കുവാൻ ഇടയാക്കിയത് ദൈവം തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവ് അബ്രാഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുകയാണ്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു വലിയ അഭിഷേകം അബ്രാഹത്തിലേക്ക് ദൈവമായ കർത്താവ് കൊടുക്കുന്നു. ജനതകളുടെ പിതാവാകുവാനുള്ള അനുഗ്രഹമാണ് ഈ തിരിച്ചറിവിലൂടെ അബ്രാഹത്തിന് ദൈവം കൊടുത്തത്, അല്ലെങ്കിൽ അബ്രാഹത്തിന് ലഭിച്ചത്. ആകയാൽ നമുക്ക് ദൈവം തരുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെയും അനുഭവങ്ങളെയും, നമ്മുടെ മുൻപിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തുന്ന എല്ലാ വ്യക്തികളെയും, അവരിലൂടെ എന്താണോ ദൈവം എന്നോട് സംസാരിക്കുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അത് കണ്ടെത്താനുള്ള ഒരു ആത്മവെളിച്ചം, ഒരു ഉൾക്കാഴ്ച എനിക്കും നിങ്ങൾക്കും കിട്ടുകയാണെങ്കിൽ ആ തിരിച്ചറിവ് പൂർണ്ണമാകും. ആ തിരിച്ചറിവിലൂടെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും ഏറെ അധികമാണ്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അടുത്ത് വളരെ 2-3 വർഷക്കാലം ശുശ്രൂഷകൾക്ക് വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു യുവ സഹോദരൻ. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഒരുപാട് ജോലികളിൽ പ്രവേശിച്ചു ഈ 27 വയസ്സിനോട് ഇടയിൽ. ജോലിയിൽ കയറി 2 മാസം നിന്നു, അവിടുന്ന് വീണ്ടും ഇറങ്ങി, വീണ്ടും അടുത്ത ജോലിയിൽ കയറി, അവിടെ ഒരു 8 മാസം നിന്നു. അങ്ങനെ ഇപ്പോൾ 3-4 വർഷമായി ഞാനിങ്ങനെ വിഷമിക്കുന്നു. അവസാനം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ ഇവനോട് പറഞ്ഞു, ദൈവം നിന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഏത് ജോലിയിൽ പോയി നീ പ്രവേശിച്ചാലും നീ അവിടുന്ന് തന്നെത്താനെ ഇറങ്ങിപ്പോരും, അല്ലെങ്കിൽ അതിന് ദൈവം ഇടവരുത്തും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, തമ്പുരാന് വേണ്ടി ഒരു 2 വർഷം കൂടെ അങ്ങ് ജീവിക്കാൻ ദശാംശമായിട്ട് ജീവിതവും ആരോഗ്യവും സമ്പത്തൊക്കെ കൊടുക്കുക. അപ്പോൾ അവനത് മനസ്സിലിങ്ങനെ ഇട്ടു. ദിവസം വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ യുവ സഹോദരന് വലിയൊരു അനുഭവമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, വിശുദ്ധ കുർബാന മധ്യേ ദൈവമായ കർത്താവ് ഈ യുവ സഹോദരനോട് സംസാരിച്ചു. ഒരു നേരിയ ശബ്ദം ആ യുവാവ് ശ്രവിച്ചു. അതിപ്രകാരമായിരുന്നു, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുവാൻ റെഡിയാണോ? നിന്നെ തന്നെ എനിക്കായി സമർപ്പിക്കുവാൻ നീ മനസ്സാണോ? വിശുദ്ധ കുർബാന കഴിഞ്ഞു, പുറത്തിറങ്ങി വീട്ടിൽ ചെന്നു. ഈ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വല്ല ശുശ്രൂഷകൾ കൊണ്ട് എന്നെ കൂട്ടിക്കോ, ഞാൻ വല്ല പന്തലിടാനോ അടിച്ചു വാരാനോ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനോ ഒക്കെ ഞാൻ റെഡിയാണ് എന്ന് അറിയിപ്പ് കൊടുത്തു. വിളിച്ച് പറഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ അവരുടെ ഇടവക പള്ളിയിൽ നടക്കുന്ന ധ്യാനത്തിൽ എല്ലാ കാര്യങ്ങളും സഹായിക്കുവാനായിട്ട് ഈ കൂട്ടുകാരനെ അവൻ കൂട്ടി. അങ്ങനെ അവിടെ തുടങ്ങിയ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ഇനി ഇത്രയും വർഷമായല്ലോ, കർത്താവിന് വേണ്ടി തന്നെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുകയാണ് ആ സഹോദരൻ. നോക്ക്, ചില അറിവുകൾ നമ്മൾ തിരിച്ചറിവുകളായി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ കാര്യങ്ങളാണ്. എന്നാൽ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന എളിയ കാര്യങ്ങൾ പോലും അത് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ മേഖലയിൽ ശോഭിക്കുകയാണ്, ആ മേഖലയിൽ നമ്മൾ വളരുകയാണ്.
ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 32 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്ന ഒരു രംഗം. ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബ് തിരിച്ചറിഞ്ഞു ഇത് ദൈവമാണ്, ദൈവത്തോടാണ് ഞാൻ ഇവിടെ മൽപ്പിടുത്തം നടത്തുന്നത്. ഈ തിരിച്ചറിവ് യാക്കോബിനെ നമുക്കറിയാം ഇസ്രായേലിലാക്കി മാറ്റുകയാണ്. അവിടെ നമ്മൾ 26 തിരുവെഴുത്തിൽ കാണുന്നുണ്ട്, യാക്കോബ് ദൈവത്തോട് പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ വിടുകയില്ല. ഇത് വലിയൊരു തിരിച്ചറിവായിരുന്നു യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവെക്കുന്ന വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ നമ്മൾക്കും ഈ വലിയൊരു അറിവിൻ്റെ അഭിഷേകം അത്യന്താപേക്ഷിതമാണ്. വളരെ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയ ഒരു സഹോദരി, ഞങ്ങൾ ശുശ്രൂഷാരംഗത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. 3 മക്കൾ. പെട്ടെന്നാണ് അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ്. പിന്നെ 3 കൊച്ചുമക്കളെ വളർത്തി ജീവിക്കണം. ഈ സഹോദരിക്കാണെങ്കിൽ വലിയ ജോലിയൊന്നുമില്ല, അത്യാവശ്യം വീട്ടുപണിയൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിച്ച് വന്ന ഒരു സഹോദരിയാണ്. ഭർത്താവ് മരിച്ചൊരു 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ വീട്ടുകാരും സുഹൃത്തുക്കളും സ്നേഹിതരും ഒക്കെ പറഞ്ഞു തുടങ്ങി, 3 മക്കളെയും കൊണ്ട് ജീവിക്കുക ബുദ്ധിമുട്ടാണ് നിനക്ക്, അവിടെ നീ ഒരു കല്യാണം കൂടെ കഴിക്ക്, എന്നാൽ പിള്ളേർക്കൊരു തുണയായി നിനക്കും ഒരു കൂട്ടായി, അങ്ങനെ എളുപ്പമുണ്ടല്ലോ കുടുംബജീവിതം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരി എന്നെക്കൊണ്ട് പറയിപ്പിച്ചു, എന്നാൽ സിസ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഒരു പക്ഷേ സിസ്റ്റർ പറഞ്ഞാൽ അനുസരിക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഒരു ശുശ്രൂഷാ ദിവസം ഈ സഹോദരിയുമായിട്ട് ഞാൻ ദീർഘസമയം സംസാരിച്ചു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ വഴികളെ കണ്ടെത്താനായിട്ട് ഞങ്ങൾ ഏറെ പരിശ്രമിച്ചു. എല്ലാം കഴിഞ്ഞ് അവസാനം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഞാനൊരു വലിയ കാര്യം ഉള്ളിൽ തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ ഭർത്താവില്ലാതെ എൻ്റെ കരങ്ങളിലൂടെ വളർത്താൻ 3 മക്കളെ ദൈവം എനിക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. നല്ല മക്കൾ, ഞാൻ അവർക്ക് വേണ്ടി അധ്വാനിക്കും, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കും, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കും, അവരെ പഠിപ്പിക്കും, ദൈവം ആഗ്രഹിക്കുന്ന ജീവിത അന്തസ്സിൽ അവരെ ഞാൻ ഉയർത്തും. ദൈവമേ, പിന്നീടുള്ള ആ സഹോദരിയുടെ ജീവിതങ്ങൾ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു, മക്കളെ 3 പേരെയും പഠിപ്പിച്ചു, ജോലിയാക്കുക മാത്രമല്ല 3 പേർക്കും അതാത് സമയത്ത് വേണ്ട ജീവിത പങ്കാളികളെ കണ്ടുപിടിച്ച് കൊടുത്ത് എല്ലാവരെയും ഓരോ രീതിയിൽ ഈ അമ്മ സെറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരു പക്ഷേ മനസ്സിലാകുകയില്ല. എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും, എപ്രകാരം നമ്മൾ മുന്നോട്ട് പോകും എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടെങ്കിൽ, ദൈവം അറിയാതെ ഒന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, ഈ തിരിച്ചറിവ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ്. ഈ സഹോദരി സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കുക. ഈ 3 മക്കൾക്കും അമ്മ എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞ് തൊട്ടടുത്ത സ്ഥാനമാണ്. മക്കൾ 3 പേരും പറയും, എൻ്റെ അമ്മ ഉള്ളത് കൊണ്ട്, എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ട് ഇന്ന് ഞാനുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്. അമ്മയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹമല്ലാതെ ഒന്നും കൊടുക്കുവാനില്ല സിസ്റ്ററെ. നല്ല രീതിയിൽ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും പരസ്നേഹത്തിലുമൊക്കെ ആ കുടുംബം ഇന്ന് മുന്നേറുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ചില ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയല്ല. നമ്മൾ ചോദിക്കും, മാനുഷികതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എനിക്കെന്താ ഇങ്ങനെ പറ്റിയത്, ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത്. ഉടനെ തന്നെ നമുക്ക് പോകാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് നിരാശയിലേക്ക് പോവുക, അല്ലെങ്കിൽ ദൈവത്തെ മറന്നു പോകാനുള്ള ഒരു സാധ്യത അവിടെ ഏറെയാണ്. ഇവിടെ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, ഇത് ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ച വഴികളാണ്. അതാണ് വാസ്തവത്തിൽ തിരിച്ചറിവ്. എൻ്റെ വീട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണം, അല്ലെങ്കിൽ ഒരപകടം, അല്ലെങ്കിൽ ജോലി പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വരുമ്പോൾ നമുക്കവിടെ ഒരു തിരിച്ചറിവുണ്ടാകണം, ഇത് ദൈവം എനിക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നതാണ് എന്നുള്ള ഈ തിരിച്ചറിവ്. ഈ തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് കയറിപ്പോവുക. തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ ഇളംകാറ്റിൽ ദൈവത്തെ ദർശിച്ചു, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇളം കാറ്റിൽ, ആഗ്നേയരഥത്തിൽ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു.
തിരിച്ചറിവുകളാണ് സ്വർഗത്തോളം എത്തി നിൽക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുക. വീണ്ടും പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എരിഞ്ഞു തീരാത്ത സീനായി മലയിലെ മുൾപടർപ്പ്, അത് എരിഞ്ഞു തീരുന്നേയില്ല. മോശ മനസ്സിലാക്കി, ആ എരിഞ്ഞു തീരാത്ത മുൾപടർപ്പിൽ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അത് എന്ന് മോശ മനസ്സിലാക്കി. അപ്പം മനസ്സിലാക്കുവാനായി ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായി ചിലപ്പോൾ നമുക്ക് താമസം വരാം. എങ്കിലും നമ്മൾ കാത്തിരിക്കുക. ഈ ഒരു തിരിച്ചറിവ് ദൈവമാണ് നമ്മൾക്ക് വേണ്ടി തരുന്നത് എന്നുള്ള ആ വലിയ കാര്യം. വീണ്ടും നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു പോകാം. ലൂക്കാ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ജോസഫും മേരിയും നമ്മൾ കാണുകയാണ്. അവർക്കുണ്ടായ കുഞ്ഞ് ദൈവപുത്രനാണ് എന്ന് അറിയാമായിരുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒരു സാധാരണ കുഞ്ഞ്. പക്ഷേ ആ ദമ്പതികൾ തിരിച്ചറിഞ്ഞു, ഇത് ലോകരക്ഷകനാണ്, ലോകത്തെ രക്ഷിക്കാനായി വന്ന മിശിഹായാണ് ഇത്. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലുണ്ടായി. യേശു ജനിച്ചുവെന്ന വാർത്തയറിഞ്ഞ് ജ്ഞാനികൾ ഈശോയെ സന്ദർശിക്കുവാനായിട്ട് എത്തുന്നു നമ്മൾ കാണുന്നുണ്ട്. പൊന്നും മേറയും കുന്തിരുക്കും ഒക്കെ കാഴ്ചവെച്ച് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ പോന്നത് വേറെ വഴിക്കാണ്. യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന വഴിയിലൂടെയല്ല അവർ തിരിച്ചു പോന്നത്. യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ പാതകൾ തന്നെ മാറിപ്പോയി, വേറെ വഴികളിലൂടെ. അതായത് ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് പിന്നീട് അവർ യാത്രയാകുന്നത്. ദൈവത്തെ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും പിന്നീടുള്ള അവൻ്റെ യാത്രകൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ വികാരങ്ങൾ, അവൻ്റെ വിചാരങ്ങളെല്ലാം മറ്റൊരു വഴിയേ ആയിരിക്കും. ആ വഴി ഏതാണ്? ആ വഴിയാണ് ദൈവം എനിക്കും നിങ്ങൾക്കുമായി മാത്രം കാണിച്ചു തരുന്ന വഴി. നിങ്ങൾ ഓർക്കുമായിരിക്കും, ഞാൻ പോകുന്ന വഴിയാണല്ലോ അനേകർ പോകുന്നത്. ആയിക്കൊള്ളട്ടെ, അത് അവർക്ക് കിട്ടിയ ബോധ്യം. ഇത് ദൈവം എനിക്ക് തന്ന ബോധ്യം, ഈ വഴി എനിക്ക് തന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ഓർക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന വഴികളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒട്ടും ശങ്കിക്കേണ്ട, ആ വഴിയിലൂടെ മുൻപോട്ട് പോയാൽ മതി. വീണ്ടും നമ്മൾ കാണുകയാണ് യേശുവിനെ തിരിച്ചറിയുന്നത് ആട്ടിടയർ, പാവപ്പെട്ട മനുഷ്യർ. അവരും യേശുവിനെ ലോകത്തിൻ്റെ രക്ഷകനായി തിരിച്ചറിഞ്ഞു. ഈ ആട്ടിടയർക്ക് കിട്ടിയ തിരിച്ചറിവ് എങ്ങനെയാണ് അവർ പ്രാവർത്തികമാക്കിയതെന്ന് ചോദിച്ചാൽ, ആ വചനത്തിൽ നമ്മൾ കാണുന്നത് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് പോയി എന്നാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവത്തെ സ്തുതിക്കാനും പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യുവാനും ദൈവം തരുന്ന വഴികൾ നമുക്ക് സുഗമമാക്കാനും ഒക്കെ അവിടെ സാധിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം തരുന്ന പുതിയ വഴികളിലൂടെ യാത്രയാകുവാനും ഒക്കെ നമുക്ക് ഈ വലിയൊരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ ലൂക്കാ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. അന്നയും ശിമയോനും കർത്താവിനെ തിരിച്ചറിയുന്നു. അന്നയും ശിമയോനും കർത്താവിനെ തിരിച്ചറിയുന്നു. ശിശുവിനെ കരങ്ങളിലെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണ് അവിടുത്തെ രക്ഷ കണ്ടിരിക്കുന്നു. ദൈവത്തെ കണ്ടു, ദൈവത്തെ അനുഭവിച്ചു, ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 1-ാമത്തെ അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ, യോഹന്നാൻ സ്നാനം നൽകുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ കാണുക. യോഹന്നാൻ്റെ അടുത്ത് ആയിരങ്ങൾ സ്നാനം സ്വീകരിക്കാനായി വന്നു. അനേകരെ ഇങ്ങനെ സ്നാനപ്പെടുത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ആ ലൈനിൽ യേശുവും ഉണ്ടായിരുന്നു. അനേക കാര്യങ്ങളിങ്ങനെ തിക്കിക്കൂടി വരുമ്പോൾ ആരാണ്, എന്താണ്, ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയല്ല. പക്ഷേ ആ ലൈനിലുണ്ടായിരുന്ന യേശുവിൻ്റെ സാന്നിധ്യം യോഹന്നാൻ തിരിച്ചറിയുകയാണ്. ഇവിടെ നമ്മൾ 32-ാമത്തെ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം. വചനം പറയുന്ന ഇപ്രകാരമാണ്: ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു. ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. കാരണം അതിനു മുമ്പ് സ്നാനം സ്വീകരിച്ചു പോയ ആരുടെയും ശിരസ്സിന് മുകളിൽ സ്വർഗം ഇറങ്ങി വന്നത് യോഹന്നാൻ കണ്ടില്ല, പ്രാവിനെ കണ്ടില്ല. എന്നാൽ ഇത് 1000-ൽ എൻ്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോൾ, അവന് ഞാൻ സ്നാനം കൊടുത്തപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു.
പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. അത് കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. യോഹന്നാനെ സംബന്ധിച്ച് രക്ഷകനെ തിരിച്ചറിയുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രക്ഷകനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ നമ്മൾ അനുഗ്രഹീതരാകും. ആ തിരിച്ചറിവ് യോഹന്നാന് കിട്ടിയതുകൊണ്ടാണല്ലോ ഈശോ തന്നെ യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് യോഹന്നാനേക്കാളും വലിയവൻ ഒരുവൻ ജനിച്ചിട്ടില്ല, വലിയവനാണ് ഇവൻ ജനിച്ചിരിക്കുന്നു, സ്ത്രീകളിൽ ഏറ്റവും വലിയവൻ ജനിച്ചിരിക്കുന്നു യോഹന്നാൻ. അങ്ങനെ വലിയൊരു അനുഗ്രഹം കൂടെ യോഹന്നാന് കിട്ടുകയാണ് ഈ തിരിച്ചറിവിലൂടെ. നമ്മുടെ കൂടെ താമസിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണല്ലോ. ഇപ്പോൾ ഒരുപാട് ഫോണുകൾ വന്നു, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നു, കൗൺസിലിങ്ങിന് വന്നു, കുറേ പേര് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. അക്കൂട്ടത്തിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സിസ്റ്ററെ, എൻ്റെ ഭർത്താവിന് ഇത്രയും അടുക്കളപ്പണി അറിയാമായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയാം. ഞാൻ ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? സിസ്റ്റർ, 18 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 18 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭർത്താവിന് ഇത്ര രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത്. അപ്പോൾ ഒരു വലിയൊരു തിരിച്ചറിവായിരുന്നു ആ സ്ത്രീയെ സംബന്ധിച്ച്. അത് വലിയ കാലയളവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യം മാത്രം ഞാൻ പങ്കുവെച്ചെന്നേ മാത്രമേ ഉള്ളൂ. ദൈവത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും തിരിച്ചറിവ് പൂർണ്ണമായിട്ടില്ല. നമ്മൾ വീണ്ടും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമാണ്. അപ്പോൾ ആ സഹോദരി എന്നോട് ഷെയർ ചെയ്തെടുത്ത കാര്യം വളരെ ശ്രദ്ധേയമാണ്. സിസ്റ്റർ, എനിക്കിപ്പം ഭർത്താവിനോട് നേരത്തെ ഇല്ലാത്തേക്കാളും ഒരു സ്നേഹം കൂടുതലുണ്ട് ഇപ്പോൾ തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അടുക്കളപ്പണി ചെയ്യാൻ സഹായിച്ചതുകൊണ്ടാണോ? അല്ല സിസ്റ്റേ, എൻ്റെ ചേട്ടന് നന്നായിട്ട് എന്നെയും മക്കളെയൊക്കെ സ്നേഹിക്കാൻ അറിയാം. ഇത്രയും സ്നേഹമൊന്നും ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം ജോലിക്ക് പോകുകയല്ലേ, സമയം കിട്ടിക്കാണിയല്ല, സമയമില്ലായിരുന്നിരിക്കും നിങ്ങളെ സ്നേഹിക്കാൻ. ശരിയാണ് സിസ്റ്റർ, ഇങ്ങനെ കുറേ കാലം കൂടെ പോയാലും കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ് ഇനി ഇങ്ങനെ പോകുന്ന കുറേ കാലം കൂടെ സ്വീകരിക്കാൻ. ചേട്ടൻ സ്നേഹിക്കുന്നു, കുടുംബത്തെ സഹായിക്കുന്നു, മക്കളുടെ കൂടെ കളിക്കുന്നു. ആ ഭാര്യ ഇത്രയും 10-15 വർഷമില്ലാത്ത തിരിച്ചറിവിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ അറിയാം, എൻ്റെ ഭർത്താവിന് ഞങ്ങളെ കരുതാൻ അറിയാം, എൻ്റെ ഭർത്താവിന് എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ അറിയാം. എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ തിരിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ഒരു മുന്നേറ്റം അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന ആ വലിയൊരു തിരിച്ചറിവ് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. നമ്മുടെ അറിവുകളെല്ലാം തിരിച്ചറിവാണ് എന്നുള്ള ഒരു പുതിയ സംസ്കാരം. ആ സംസ്കാരത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ കുടുംബജീവിതം എളുപ്പമാണ്, സമർപ്പിത ജീവിതം എളുപ്പമാണ്, ഓഫീസിലെ വർക്കുകൾ നമുക്ക് എളുപ്പമാണ്, കൂട്ടത്തിലുള്ളവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞാൽ എളുപ്പമാണ്. എത്രയോ വ്യക്തികൾ NRCയിലൊക്കെ ആയിരുന്ന കാലത്ത് ധ്യാനം നടക്കുന്ന കാലയളവിൽ പ്രാർത്ഥിക്കാനായിട്ട് ഓരോരുത്തർ വരുമ്പം പറയുന്ന എന്തുമാത്രം അനുഭവങ്ങൾ. അവരൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. സഹോദരൻ പറയാണ്, അവരുടെ ഉന്നതാധികാരത്തിലിരിക്കുന്ന ഒരാൾ നല്ല മനുഷ്യനാണ്, പക്ഷേ ഭയങ്കര മുൻകോപിയാണ്. അവർക്ക് അടുക്കാൻ പേടിയാണ്, നേരും സമയമൊക്കെ നോക്കിയിട്ട് വേണം ചെല്ലാൻ. അങ്ങനെയാണ് ഇവർക്ക് അതുകൊണ്ടൊരു ഒരു ഭയമുണ്ട് തങ്ങളുടെ നേതാവിനെ അടുത്ത് ഒന്ന് എത്തിപ്പെടാൻ. അപ്പോൾ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും ആൾ പാവുക, ഞങ്ങളെല്ലാവരും മനസ്സിലാക്കി അദ്ദേഹത്തിന് അങ്ങനെ ഒരു മുൻകോപമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കൽ ഒരു തിരിച്ചറിവ് തന്നെയല്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ മനസ്സിലാക്കലുകൾ തന്നെ ഒരു തിരിച്ചറിവാണ്. തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് നമ്മുടെ വഴികളെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാം. ഒരു ഭവനത്തിൻ്റെ കീഴിൽ തന്നെ താമസിക്കുന്ന അപ്പന്, അമ്മ, മക്കള്, അതല്ലെങ്കിൽ സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അവരോട് കൂടെ നമുക്ക് ജീവിക്കാൻ വളരെ സന്തോഷമാണ്, ആനന്ദമായിട്ട് നമുക്ക് അവരോടൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു തിരിച്ചറിവുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ കാലത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പലരും വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് സിസ്റ്ററെ, പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഓരോ ദിവസവും അതിൻ്റെ മനോഹാരിതയിൽ കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, കർത്താവ് ഞങ്ങളെ നയിക്കുന്നുണ്ട്. ഓരോ ദിവസത്തിനും ഒരു മനോഹാരിതയുണ്ട്. ഇന്നൊരു 100 രൂപയുടെ ഒരു വിഷയം വീട്ടിലുണ്ടായെങ്കിൽ നേരം വെളുക്കുമ്പോൾ ആ 100 രൂപയെക്കുറിച്ച്
എനിക്കൊരു പിടിയില്ല. എവിടെ നിന്നാണ് ഈ പൈസ എൻ്റെ കരങ്ങളിലെത്തുക? പക്ഷേ ഫോൺ വിളിച്ചവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ദൈവം അത് എത്തിച്ചു തന്നു. എങ്ങനെയാണേലും അറിയത്തില്ല, ദൈവമെല്ലാം മുൻപോട്ട് ഭംഗിയായി ക്രമീകരിക്കുന്നുണ്ട്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ മുൻപോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് എനിക്ക് അതിന് വേണ്ട വഴികൾ തുറന്നു തരുന്നത്. അതൊരു തിരിച്ചറിവാണ്. ഇത്രയും തിരിച്ചറിഞ്ഞാൽ മതി ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവം തരുന്ന സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ. എനിക്കെൻ്റെ ഭവനത്തിൽ യാതൊരുവിധ കുറവുമില്ലാതെ ദൈവം കൊണ്ടുപോകണു. ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, വസ്ത്രത്തിന് വസ്ത്രമുണ്ട്, മറ്റ് സൗകര്യങ്ങളെല്ലാം ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമില്ലല്ലോ. ഇതിൽ കവിഞ്ഞൊരു തിരിച്ചറിവ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ പോകുവാൻ, ദൈവം നമുക്ക് തരുന്ന വഴികളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ കടന്നു ചെല്ലുകയാണ്. ബാല്യകാലത്ത് നമ്മളെ ദേവാലയത്തിലേക്ക് കൊണ്ടു ചെല്ലുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സക്രാരിയിലേക്ക് കൈ ചൂണ്ടിയിട്ട് നമ്മളോട് പറയും, അത് ഈശോയാണ്, അത് ഈശോയാണ്. ആ ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് ഗ്രഹിക്കാൻ തക്കതായ ഒന്നും എൻ്റെ മനസ്സിലില്ലെങ്കിലും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കാണിച്ചു തന്നു, പറഞ്ഞു തന്നു അത് ഈശോയാണെന്ന്. ദേവാലയത്തിൽ പോകുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഉടനെ അപ്രകാരത്തിൽ വലിയൊരു തിരിച്ചറിവുണ്ടാകുന്നു, അവിടെ ഈശോയുണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, മെത്രാൻ്റെ അടുത്ത് തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റിയിട്ട് ദാരിദ്ര്യത്തെ വിവാഹം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അസീസി പുണ്യവാളൻ. ദൈവം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ദൈവം മാത്രം മതി എന്നുള്ളത് അസീസിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ മദർ തെരേസ 5 രൂപ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് 5000 പേരെ തീറ്റിപ്പോറ്റുവാൻ തക്കവണ്ണം അത്രയും വലിയൊരു തിരിച്ചറിവാണ് മദർ തെരേസയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്തത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായ ഗാന്ധിജി വക്കീൽ കുപ്പായം ഊരിവെച്ചു അനേക പാവങ്ങളെ, വസ്ത്രം ധരിക്കുവാനില്ലാത്ത അനേകം പാവങ്ങളെ കൺമുൻപിൽ കണ്ട്. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. അത് അദ്ദേഹത്തെ രാഷ്ട്രത്തിൻ്റെ പിതാവാക്കി തീർത്തു. ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് എളിമയോടെ വ്യാപരിക്കാം. അറിവുകളെ നമുക്ക് തിരിച്ചറിവുകളാക്കി മാറ്റാം. തിരിച്ചറിവുകൾ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും, സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന ഈ ലോകത്തിൻ്റെ, ദൈവം അനുവദിക്കുന്ന ഈ ചെറിയ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറുകളും ഏറ്റവും വിശുദ്ധമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായി നമുക്ക് സാധിക്കും. ഈ തിരുവചന ശ്രവണത്തിലൂടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മുൻപിൽ നീ കൊണ്ടുവരുന്ന വ്യക്തികളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിൻ്റേതാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി തിരിച്ചറിവിലൂടെ മുൻപോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ തിരുവചനം തരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ അൾത്താരയിലേക്ക് സന്നിഹിതനാകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ആരാധനയ്ക്കായി നമ്മുടെ മനസ്സുകളെ നമുക്ക് ഒരുക്കാം.
ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അതെ ഈശോയെ, മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത അങ്ങേ ഞങ്ങൾ കാണുന്നു, അങ്ങേ ഞങ്ങൾ തിരിച്ചറിയുന്നു. നന്മ ചെയ്ത് കടന്നുപോയ അങ്ങയുടെ പാദങ്ങളിൽ കുമ്പിട്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എളിയ ജീവിതങ്ങൾ മുഴുവനും തൃപ്പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമേ, അങ്ങേ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ അപ്പത്തിൽ എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായ അങ്ങാണിവിടെ സന്നിഹിതനായിരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവോടെ ഉത്ഥിതനായ കർത്താവിനെ നമുക്ക് പാടി ആരാധിച്ച് അവിടുത്തെ സ്നേഹിക്കാം. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്ന ഈശോയെ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവെ ആരാധിക്കുന്ന കർത്താവേ, യേശുവെ ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്ത രാജാതിരാജനായ കർത്താവിനെ നമ്മളുടെ ആത്മ തുറന്ന് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ആരാധിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ട യേശു തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ മിശിഹാ തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. ദിവ്യകാരുണ്യ സ്നേഹമായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിന് വേണ്ടി എഴുന്നള്ളി വന്ന ഈശോയെ, ഞങ്ങളെ ഹൃദയപൂർവ്വം അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. എൻ്റെ ഈശോയെ, തിബേരിയസ് കടൽ തീരത്ത് എത്തിയ അങ്ങയെ പത്രോസ് തിരിച്ചറിഞ്ഞല്ലോ. അത് കർത്താവാണ് എന്ന് അവൻ വിളിച്ചറിഞ്ഞുവല്ലോ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യക്ഷനാകുന്ന അങ്ങയെ തിരിച്ചറിയുവാനും ഇതെൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയുവാനും ഏറ്റുപറച്ചിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ സമ്പൂർണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളും ഉള്ളായ്മകളും വല്ലായ്മകളും എല്ലാം അറിയുന്ന കർത്താവ്, എൻ്റെ രക്ഷകനായ കർത്താവ്, എൻ്റെ നാഥനായ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ജീവിതത്തെ മുഴുവനും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ച് ഇത് കർത്താവാണ് എന്നുള്ള തിരിച്ചറിവോടെ, ഇതെൻ്റെ പരിപാലകനാണ് എന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും തിരുനടയിൽ തിരുസന്നിധിയിൽ ഏറ്റവും എളിമയോടെ കാഴ്ചവെച്ചുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നുവെന്നുള്ള പ്രാർത്ഥനാ മനോഭാവത്തോടെ നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ ഈശോയെ ആരാധിക്കാം.
ജീവിതം മുഴുവനും സമർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിതത്തെ കൊണ്ട് നന്ദി പറഞ്ഞ് അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റുപറയാം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന ഈശോയെ, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു, ആരാധന, മനസ്സ് തന്ന് ആരാധിക്കുന്നു ഈശോയെ. ആരാധന, 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 ആരാധന. ഭൂസ്വർഗങ്ങൾക്ക് അധിപനായി വാഴുന്ന കർത്താവേ, അങ്ങേ ആരാധിക്കുന്ന എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കണമേ. അങ്ങേ ആരാധിക്കുന്ന എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അങ്ങേ ആരാധിക്കുന്ന എൻ്റെ സമൂഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുത്രൻ തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ സ്നേഹം മുഴുവനും അങ്ങേ ഞങ്ങൾ അറിയിക്കുന്നു. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിൻ ആരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിൻ ആരാധന. മാലാഖമാർ പാടും ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന ഈശോയെ, ദിവ്യകാരണ ഈശോയെ, ആരാധന, ആരാധന. കാരുണ്യമേ ആരാധന. ആരാധന, 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 ആരാധന. വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു ഈശോയെ. എല്ലാ വേദസാക്ഷികളോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന. കർത്താവെ, അങ്ങേ ആരാധിക്കുന്ന ക്രോവേസ് റാപ്പേർ വൃന്ദത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കൂടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ മനുഷ്യ മക്കളോടും ചേർന്ന് ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. ക്രൂശിതനായവൻ ആരാധന, പാപവിമോചകൻ ആരാധന. ക്രൂശിതനായവൻ ആരാധന, പാപവിമോചകൻ ആരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന, ആരാധന, ആരാധന. ഞങ്ങളെല്ലാവരും ചേർന്ന് ആരാധിക്കുന്ന ഈശോയെ, എല്ലാവരും ചേർന്ന് ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ഈശോയെ. ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗജനങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവേ, 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 യേശുവേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വലിയ ആനന്ദമരുളുന്നു.
അങ്ങയെ തിരിച്ചറിഞ്ഞവരെല്ലാം ഭാഗ്യവാന്മാരായി തീർന്നല്ലോ. കർത്താവേ, ഈ അപ്പത്തിൽ വസിക്കുന്ന അങ്ങ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി വന്നു പിറന്ന അങ്ങയെ ജ്ഞാനികൾ തിരിച്ചറിഞ്ഞല്ലോ അങ്ങ് രക്ഷകനാണെന്ന്. ഈ തിരിച്ചറിവിലൂടെ അവർ പുതിയ വഴിയെ യാത്രയായല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയെ ആരാധിച്ച് അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ വഴികളെ അനുഭവിച്ച് പുതിയ ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ടവരായ ആട്ടിടയർക്ക് അങ്ങ് കൊടുത്ത ദർശനം ദൈവത്തെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവരെ സഹായിച്ചുവല്ലോ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ഈ തിരുവോസ്തിയിൽ വസിക്കുന്ന അങ്ങേ ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ജീവൻ്റെ നാഥനാണെന്ന് ഞാൻ അങ്ങയെ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതം മുഴുവനും അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബം സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തിലുള്ളവരെ സമർപ്പിക്കുന്നു, എൻ്റെ സമൂഹത്തെ സമർപ്പിക്കുന്നു. സമൂഹത്തിലുള്ളവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏറ്റവും എളിമയോടെ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, പാപം വെടിഞ്ഞ് പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളും കെട്ടുകളും മനസ്സിൻ്റെ ആദികളും നൊമ്പരങ്ങളും ആകുലതകളും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവെ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള അങ്ങ്, ഞങ്ങളെ പുനരുദ്ധരിക്കുവാൻ കഴിവുള്ള അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ദാവീദിന്റെ പുത്രനായ കർത്താവേ, അവിടുന്ന് തന്നെ ആശീർവദിക്കണമേ, അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ, അങ്ങൻ്റെ നാഥനാണെന്ന് തിരിച്ചറിയുവാൻ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് നമുക്ക് കർത്താവിനെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്താം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. സ്തോത്രം. നീ എൻ്റെ സങ്കേതവും അത് കർത്താവേ, എൻ്റെ സങ്കേതം അങ്ങാണ്, എൻ്റെ കോട്ടയും അങ്ങാണ് എൻ്റെ കോട്ട എന്ന് ഞാൻ ഏറ്റു പറയുന്നു. കർത്താവേ, എൻ്റെ പ്രാണനാഥൻ അങ്ങാണ് എൻ്റെ ജീവന്റെ നാഥനേശുവേ, ദൈവം. എൻ്റെ ദൈവമാണങ്ങ്. ആരാധിക്കും ഞാൻ യേശുവേ, പൂർണ്ണ ഹൃദയമോടെ, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. തേടും നിൻമുഖം ജീവകാലമെല്ലാം, യേശുവേ, ആരാധന. സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. ഇതാ ഈശോയെ, എന്നെ സ്വീകരിക്കണമേ, ആരാധിക്കും ഞാൻ എന്നെ അങ്ങയുടെ വഴിയിലൂടെ നയിക്കണമേ. എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കട്ടെ. മുഖം ജീവകാലം നിന്റെ പ്രകാശത്തിന്റെ മുഖത്തിൽ ജീവിക്കാൻ എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ ആശീർവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ, എന്നെ സ്വീകരിക്കണമേ കർത്താവേ, എന്നെ കൈക്കൊള്ളണമേ കർത്താവേ. യേശുവേ, 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 സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. യേശുവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം എൻ്റെ കർത്താവേ. ആരാധന എൻ്റെ ഈശോയെ, ആരാധന എൻ്റെ ഈശോയെ, ആരാധന കർത്താവേ. അങ്ങേ ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സിന് ഒരുപാട് സങ്കടങ്ങളുണ്ട് എന്ന് കർത്താവിനോട് പറയാം. നമ്മളെ ഭാരപ്പെടുത്തുന്നതെല്ലാം ഇറക്കി വയ്ക്കുവാനായി പറ്റിയ സ്ഥലത്ത്, പറ്റിയിടത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? തിരുവചനം ചോദിക്കുന്നു, എൻ്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു?
കർത്താവെ, ഒരു സൗഖ്യം കൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഈ മണിക്കൂറിൽ എനിക്ക് തരണമേ. എൻ്റെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ആത്മാവ് സങ്കടം അനുഭവിക്കുന്നു. എൻ്റെ ഈശോയെ, എന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള അങ്ങ് അധ്വാന ഭാരത്താൽ വലഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് സമാശ്വാസകനായി കടന്നു വരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ ചേർത്ത് വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി അടിയറ വെച്ച് ഒരിക്കൽ കൂടി ഈ ഗാനത്തിന് ഈരടികൾ വളരെ ബോധപൂർവം ആരാധനാ മനോഭാവത്തോടെ ഒന്ന് ചേർന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ആലപിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, എൻ്റെ മനസ്സോടെ മുഖം ജീവകാലമെല്ലാം എൻ്റെ കർത്താവേ, സർവവുമായി യേശുവേ, അടിയനിതാ. യേശുവേ, 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 യേശുവേ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. യേശുവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യതകളെല്ലാം ഒന്ന് ചേർത്ത് വെക്കാം. ഹന്ന, അവൾ ദേവാലയത്തിൽ പോയി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഹൃദയവ്യതകൾ ദൈവവുമായി പങ്കിടുകയായിരുന്നു. ഹൃദയത്തിൻ്റെ വ്യതകൾ പങ്കിട്ട് അവിടുന്ന് ദൈവത്തിൽ നിന്ന് അവൾക്ക് സമാശ്വാസം കൊടുത്തു. അത് വലിയൊരു തിരിച്ചറിവായി, അനുഭവമായി അവളുടെ ജീവിതത്തിൽ. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിൻ്റെ വ്യതകൾ എന്തു തന്നെ ആയിരുന്നാലും ചേർത്ത് വയ്ക്കുന്ന നമുക്ക് കർത്താവ് അനുഗ്രഹത്തിൻ്റെ കടാക്ഷം നമ്മുടെ മേൽ ചൊരിയുമെന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം. താഴ്മയോടെ നമുക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ശക്തിപ്പെടുത്തും. അവിടുത്തെ ബലം കൊണ്ട് ബലമില്ലാത്തവരായ നമ്മളെ ബലപ്പെടുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഭീരുത്വം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അവിടുത്തെ പരിശുദ്ധാത്മ സൗഖ്യത്താൽ എന്നെ നിറയ്ക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എൻ്റെ ഈശോയെ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ സൗഖ്യവും തരുവാൻ കഴിവുള്ളവനാണെന്ന് അറിയുന്നു. അവസ്മാര രോഗിയെ ആ കുട്ടിയുടെ പിതാവ് യേശുവിൻ്റെ പക്കലേക്ക് ആനയിച്ചതുപോലെ കർത്താവെ, പലവിധ രോഗപീഠകളാൽ വലയുന്ന എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ. അങ്ങ് എന്നെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവിൽ അങ്ങയുടെ സ്നേഹം പറന്ന് സൗഖ്യത്തിന് നിറവിൽ എന്നെ ചേർത്ത് പിടിക്കണമേ. നമുക്ക് താഴ്മയോടെ, ഏറ്റവും വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ കർത്താവെ, അങ്ങനെ സുഖപ്പെടുത്തണമേ എന്നുള്ള വലിയ യാചനയോടെ സൗഖ്യം കിട്ടേണ്ട ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും, എല്ലാ ഓർമ്മകളെയും, സൗഖ്യം കിട്ടേണ്ട, സൗഖ്യം കടന്നു വരേണ്ട എല്ലാ വികാര വിചാരങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് സൗഖ്യത്തിനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ യാചിക്കാം. യേശുവേ, യേശുവേ, മുറിവുകൾ കണ്ണീർ മായ്ക്കണമേ. ദുഃഖങ്ങൾ കണ്ണീരുകളായി ഒഴുകുന്നത് എന്റെ മനസ്സിൻ തമ്പുരാനേ, യേശു തമ്പുരാനേ, മുറിവുകൾ നീക്കാൻ യേശു തമ്പുരാനേ, ഇറങ്ങി വരണമേ. യേശു തമ്പുരാനേ, ആവസിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. വിശ്വാസത്തോടെ ഹൃദയം കൊണ്ടൊന്ന് പാടി പ്രാർത്ഥിക്കാം നമുക്ക്. എൻ സ്നേഹമേ, ഈശോയേ, സൗഖ്യം നൽകണമേ.
യേശു എന്ന നാമത്തിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ ശക്തിയും സൗഖ്യവും നമ്മുടെ ആത്മാവിൽ, മനസ്സിൽ, ശരീരത്തിൽ വന്ന് നിറയുന്നത് അനുഭവിച്ചുകൊണ്ട് യേശുവേ എന്ന് നമുക്ക് പൂർണ്ണ ശക്തിയും കഴിവും ഉപയോഗിച്ച് ഒരിക്കൽ കൂടി യേശുവിനെ വിളിക്കാം, പ്രാർത്ഥിക്കാം. എന്റെ വീട്ടിലേക്ക്, ഹൃദയത്തിലേക്ക് സൗഖ്യം നൽകണമേ. ഈശോ വരുന്ന എല്ലാ മേഖലകളെയും അവൻ സൗഖ്യപ്പെടുത്തും. നായിമിലെ വിധവ, അവൾ കരഞ്ഞുകൊണ്ട് ശവമഞ്ചത്തിന്റെ പിന്നാലെ പോകുന്നത് കണ്ട് കർത്താവിന്റെ മനസ്സറിഞ്ഞു. യേശു അവളുടെ പുത്രന് ജീവൻ കൊടുത്ത് അവൾക്ക് തിരികെ കൊടുത്ത് അവളുടെ കണ്ണുനീര് എന്നേക്കുമായി മായിച്ചു കളഞ്ഞ കർത്താവ്, മോനെ മോളെ, നിന്റെ മനസ്സിന്റെ മുഴുവൻ ഭാരങ്ങളും വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്ന കർത്താവാണ്, കൂടെ വസിക്കുന്ന കർത്താവാണ്. വിദൂരത്തെങ്ങോ ഇരിക്കുന്നവനല്ല, അവൻ നിന്റെ അരികത്ത് വസിക്കുന്ന കർത്താവാണ്. നിന്റെ വീട്ടിൽ നിന്നോടൊത്ത് വസിക്കുന്ന കർത്താവാണ്. നിന്റെ സങ്കടങ്ങളിൽ നിന്നോടൊത്ത് സങ്കടപ്പെടുകയും നിന്റെ വിഷമതകളിൽ നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ ഈ നിമിഷം ഒരിക്കൽ കൂടെ ജീവിതത്തെ മുഴുവനും ഈ തിരിച്ചറിവിന്റെ മുൻപിലേക്ക് അടിയറവ് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈശോയെ നമുക്ക് വിളിക്കാം, ഈശോയേ എന്ന്. എൻ സൗഖ്യമേ, ഈശോയേ എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് ഈശോയേ എൻ സൗഖ്യമേ, ഈശോയേ എന്നിൽ നിറയണമേ. മനസ്സിനെ ശാന്തമാക്കി, ശരീരത്തെ ശാന്തമാക്കി, എൻ്റെ ജീവന്റെ എല്ലാ സിരകളിലൂടെയും കർത്താവിൻ്റെ കരുണയും സൗഖ്യവും സ്നേഹവും ഒഴുകിയിറങ്ങുന്നത് നമുക്ക് അനുഭവിക്കാം. അനാവശ്യമായ ഭാരങ്ങളും ഉത്കണ്ഠകളും ആകുലതകളും എന്നോട് വിട പറയട്ടെ. എൻ്റെ ചിന്തകൾ ആരോഗ്യമുള്ളതാകട്ടെ. എൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അടിയറവ് പറയുന്നതാകട്ടെ. എൻ്റെ ശരീരമേ, നീ എന്തിനാകുലപ്പെടുന്നു? എൻ്റെ മനസ്സേ, നീ എന്തിനാകുലപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്വസിക്കുക, നീ ദൈവത്തിൽ വിശ്വസിക്കുക. സർവസമ്പന്നതയും കുടികൊള്ളുന്ന ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് എല്ലാ സൗഖ്യവും വിടുതലും ആത്മസുഖവും ആത്മസന്തോഷവും നമുക്ക് അനുഭവിക്കാം. ദിവ്യകാരുണ്യ സന്നിധി തരുന്ന ഈ വലിയ സമാധാനത്തിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളെയും ചേർത്ത് വെച്ച് അടുത്ത നിമിഷങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ പോകുന്ന, ആശീർവദിക്കുവാൻ പോകുന്ന നമ്മുടെ കർത്താവിൻ്റെ പരമപരിശുദ്ധമായ ആശീർവാദം ഏറ്റവും വലിയ ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ.
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി, 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 സ്തുതി. യേശുവേ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന. യേശുവേ, നന്ദി കർത്താവേ, സ്തുതി, യേശുവേ, സ്തുതി, 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 സ്തുതി. യേശുവേ, സ്തുതി, യേശുവേ, സ്തുതി, യേശുവേ, സ്തുതി, യേശുവേ, സ്തുതി, യേശുവേ, സ്തുതി, യേശുവേ, സ്തുതി, യേശുവേ, സ്തുതി.